ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ളോഗ്സിന്റെ പുതിയ പത്രപാരായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പോൾ മാതൃഭൂമിയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ CJP വേട്ട എന്ന് പറയുന്നു. ഉറപ്പുകൾ പറന്നു എന്ന് പറയുന്നു. നടപടി തുടർന്നാൽ വീണ്ടും സമരമെന്ന് CJP. നിയമസഭാ സഹായം നൽകാൻ സാക്ഷി വെബ്സൈറ്റ്. പാർലമെന്റിലും വൻ പ്രതിപക്ഷ പ്രതിഷേധം. ഉറപ്പ് ഇന്ന് അന്തിമമാക്കും എന്ന് പറയുന്നുണ്ട്. രാപ്പകൽ സമരം നിർത്തിയപ്പോൾ പ്രതിഷേധക്കാരുടെ പേരിൽ കേസെടുക്കില്ലെന്നുള്ള നിലവിലുള്ള കേസുകൾ പിൻവലിക്കുമെന്നും ജീവനൊടുക്കിയ നീറ്റ് വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു. ഇത് രേഖാമൂലം നൽകേണ്ടത് ചൊവ്വാഴ്ചയാണ്. ശിക്ഷ കടുക്കും എന്ന് പറയുന്നുണ്ട്. CJP നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൊതു പരീക്ഷകളിലെ ക്രമക്കേടുകളും ചോദ്യക്കടലാസ് ചോർച്ചയും തടയാൻ ശിക്ഷ നൽകുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. അതിനെ തുടർന്നുള്ള ശിക്ഷ കടുക്കും എന്ന് പറയുന്നു. പിന്നെ വേറെന്താണ്? ബീഹാറിൽ സമരക്കാരുടെ നേരിടാൻ AK-47 തോക്കും. പോലീസുകാരന് സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ട്. RDOയുടെ 31 GB ഡാറ്റ ചോർന്നു എന്ന് പറയുന്നുണ്ട്. അത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അവിടെയാണ് ഈ RDOയുടെ 31 GB ഡാറ്റ ചോർന്നതായിട്ട് പറയണത്. രാജ്യാന്തര ലോൺ തട്ടിപ്പ്. തിരുവനന്തപുരത്ത് കോൾ സെന്റർ. 18 ഉത്തരേന്ത്യക്കാർ കസ്റ്റഡിയിൽ. ഭയങ്കര ന്യൂസായിട്ടാ. നമ്മൾ ഈ ഉത്തരേന്ത്യക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബോധമില്ലാത്തവന്മാരെ പോലെ തോന്നുമെങ്കിലും ഇവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയ അതേപോലുള്ള സ്ഥലങ്ങളിലെല്ലാം വന്നിട്ട് കുട്ടികളടക്കം ഒരുപാട് പേര് ഈ സംഭവം തട്ടിപ്പിൽ ഇരയാകുന്നുണ്ട്. ആ OTP കൊടുത്ത് ഈ OTP കൊടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഒക്കെ എടുത്തിട്ട് ഫോണിൽ കളിക്കാൻ കൊടുത്തു കഴിയുമ്പോൾ, ഇന്റർനെറ്റാണ്, പിള്ളേർ അതിന്റെ സാധ്യത മനസ്സിലാക്കാണ്ട് തള്ളിക്കയറും. നേരം വെളുക്കുമ്പോഴത്തേനും നമ്മുടെ ഫോൺ കാലിയായിട്ടുണ്ടാവും. അക്കൗണ്ട് കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു സംഭവം ഇതിനകത്ത് ഉണ്ടാവില്ല. ഫ്രോഡ് കംപ്ലീറ്റ് നടപടിയായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാവുങ്കൽ നാരായണൻ അന്തരിച്ചു എന്ന് പറയുന്നുണ്ട്. കാഞ്ഞങ്ങാട് 4.5 പതിറ്റാണ്ടിലെ ഏറെയായി മാതൃഭൂമി ഹസ്ദുർഗ് ലേഖകനായി പ്രവർത്തിക്കുന്ന പാറക്കളായി അയ്യങ്കാവിലെ കാവുങ്കൽ നാരായണൻ മാസ്റ്റർ 77 അന്തരിച്ചു എന്ന് പറയുന്നുണ്ട്. നിയമപഠനം രാത്രിയിൽ വേണ്ട എന്ന് പറയുന്നുണ്ട്. നിയമപഠനം രാത്രിയിൽ വേണ്ട. സഗായ് LVBക്ക് വിലക്ക്. നിയമ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ലോ കോളേജുകളിലും നേരിട്ട് പരിശോധന നടത്താൻ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകി ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. പാറ്റകൾ വേറൊരു രൂപത്തിൽ നാളെയും വരുമെന്ന് പറയുന്നുണ്ട്. C രാധാകൃഷ്ണൻ എഴുത്തുകാരനാണ് അതിനെക്കുറിച്ച് എഴുതിയേക്കുന്നത്. ഒരു സ്ത്രീയുടെ മനസ്സിന്റെ അസ്വസ്ഥങ്ങളാണ് ഹരികുമാറിന്റെ കഥയിൽ കൂറകളായി നിറയുന്നത്. അവരുടെ അനേകായിരം നൊമ്പരങ്ങളാണ് പാറ്റകളായി മാറുന്നത്. പാറ്റകൾ വേറെ രൂപത്തിൽ നാളെയും വന്നുകൊണ്ടിരിക്കും. കൂറകളെക്കുറിച്ച് എന്തുകൊണ്ട് ഒരു കവിതയുണ്ടായില്ല എന്ന് ഒരിക്കൽ ഇടശ്ശേരിയോട് ചോദിച്ചു. എൻ്റെ കഥ ഇല്ലാത്തത് കൊണ്ട് എന്നായിരുന്നു മറുപടി ഇടശ്ശേരിയുടെ. അപ്പം അതും ഒരു 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 ചെറിയ കോളത്തിൽ സ്ഥാനം പിടിക്കുന്നുണ്ട്. 60 വർഷം മുൻപും പാറ്റാസമരം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഹരിജൻ S കുമാറിന്റെ ഒരു എഡിറ്റോറിയൽ പേജാണ് കേട്ടോ അത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരിച്ച കൂറകൾ വീണ്ടും ചർച്ചയാവുന്നു. രാധാകൃഷ്ണൻ സമിതി ശുപാർശകൾ നടപ്പാവും മുൻപ് പുതിയ സമിതി. അപ്പോൾ അതൊക്കെയാണ് ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. പക്ഷെ അതിനു മുമ്പ് ഇന്നലെ എന്നോട് ഒരാൾ ആവശ്യപ്പെട്ടായിരുന്നു സ്പോർട്സ് വാർത്തകൾ വായിക്കുന്നില്ലേ എന്ന്. അപ്പം ഞാൻ സ്പോർട്സിന്റെ ഒരു ചെറിയ പെട്ടെന്ന് സ്പോർട്സ് വാർത്തകളോട് വായിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം കേട്ടോ. കിങ് കസു വീണ്ടും ഗോൾ അടിച്ചു എന്ന് പറയുന്നുണ്ട്. 59ാമത്തെ വയസ്സിൽ കിങ് കസു വീണ്ടും ഗോൾ അടിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൈസ്പീഡ് ആന്റോണല്ലി എന്ന് പറയുന്നുണ്ട്. റഷ്യൻ കമ്പനിയുമായി കരാർ വിലക്ക്. പിർലോയ്ക്ക് ഇറ്റലിയുടെ വിലക്കുണ്ട്. പിർലോയ്ക്ക് ട്രാക്കിലായി എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെ വൈഭവ് മുതിർന്നു തെളിഞ്ഞു എന്ന് പറയുന്നുണ്ട്. വൈഭവിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രകടനം കൂടെ കണക്കിലെടുത്തായിരിക്കും
അഭിഷേകിന് എത്ര അവസരം എന്ന് പറയുന്നുണ്ട്. അഭിഷേക് അപ്പോൾ അഭിഷേക് ശർമ്മ അവസാന 10 ഇന്നിങ്സിലെ ചാർട്ട് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും കൊടുത്തിട്ടുണ്ട്. ശുഭ്മാൻ ഗില്ല്, നമ്മുടെ SSC കാള്, ഇഷാൻ കിഷൻ. അപ്പൊ സംഭവം വൈഭവ് മുതിർന്നു എന്ന് പറഞ്ഞേക്കുന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മണനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. വൈഭവിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. വൈഭവ് കുറെ കളികളിലായിട്ട് ഇപ്പൊ 2 കളിയിലായിട്ട് സിംബാബ്വെക്കെതിരെയൊക്കെ നല്ല സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ സാധ്യതകൾ, വൈഭവിന്റെ സാധ്യതകൾ തെളിയുന്നു എന്ന് വേണം പറയാൻ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ പരിപാടി നിർത്തട്ടെ. ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളുടെ സ്വന്തം സന്തോഷ് PV ഫ്രം വയനാട്. ബൈ, സീ യു.